ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കുണ്ടറ പീഡനത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, നിർണായക തെളിവുകൾ ആയിരിക്കുന്നു എന്നുള്ളതാണ്, എന്തൊക്കെയാണ്? ഇതില് അമ്മയും മൂത്ത സഹോദരിയും അമ്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് കഴിഞ്ഞ 4 ദിവസമായി വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു. അതേസമയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അവരുടെ സംരക്ഷണയിലുള്ള ഈ മരിച്ച പെൺകുട്ടിയുടെ സഹോദരി, ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി നിർണായക വിവരങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ശിശുക്ഷേമ സമിതിയുടെ കൗൺസിലർമാരോടും മുത്തച്ഛന്റെ പെരുമാറ്റത്തെക്കുറിച്ച്, പെൺകുട്ടി മരിച്ച ദിവസം വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും മൂത്ത സഹോദരി വ്യക്തമായ മൊഴി തന്നെ നൽകിക്കഴിഞ്ഞു. ശേഷിക്കുന്ന ഒരു മകളെ കൂടി നഷ്ടപ്പെടാൻ താൻ ഒരുക്കമല്ലെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. പ്രതിയെക്കുറിച്ചുള്ള നിർണായക സൂചനകളും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുത്തച്ഛൻ ജോലി ചെയ്യുന്ന കൊല്ലത്തെ സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സ്വഭാവദൂഷ്യം ഉള്ള ആളാണ് ഇയാളെന്നും മദ്യപാനിയാണെന്നും ലോഡ്ജിലുള്ളവർ പോലീസിനോട് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ മരിച്ച പെൺകുട്ടിയുടെ മുത്തശ്ശി, അവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മരിച്ച പെൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പല കടകളിലും സ്ഥിരമായി കയറാറുണ്ടെന്നായിരുന്നു പോലീസിന് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കടയുടെ ഉടമകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് ഈ പോലീസ് ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക, അതായത് അമ്മയും മുത്തച്ഛനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊട്ടായക്കര DSP B കൃഷ്ണകുമാർ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ ജഡ്ജി ജോർജ് മാത്യുവിന് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ നുണപരിശോധനയുടെ ഇവരുടെ സമ്മതം അറിയാൻ വേണ്ടി ഇവർക്ക് നാളെ തിങ്കളാഴ്ച ഇവർ കോടതിയിൽ ഹാജരാകണമെന്ന് കാട്ടി സമൻസ് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അമ്മയും മുത്തച്ഛനും ഈ പോളിഗ്രാഫ് നുണപരിശോധനയ്ക്ക് അത് സമ്മതം അറിയിച്ചാലും ഇല്ലെങ്കിലും അതിനു മുമ്പ് തന്നെ ഇതിലെ പ്രതിയോ അല്ലെങ്കിൽ പ്രതികളെയോ പിടികൂടാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് പോലീസ്. അത്രമാത്രം ഇതിൽ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നു. ഇതില് വ്യക്തമായ സൂചനകൾ, ഇതിൽ ഈ പെൺകുട്ടി ഈ മരിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സ്ഥിരീകരണം അത് ആത്മഹത്യ തന്നെ ആകും എന്നുള്ള തരത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത, അത് പോലീസിന്റെ സ്ഥിരീകരണമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെ ഡയറക്ടർ കൂടിയായി ഫോറൻസിക് സർജൻ കൂടിയായിട്ടുള്ള ഡോക്ടർ വത്സല നൽകിയിരിക്കുന്ന മൊഴി, അവരുടെ ഫൈൻഡിങ്സ് കണ്ടെത്തലുകൾ അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്നതിന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ നിന്ന് പറഞ്ഞ സംശയം പ്രകടിപ്പിച്ച അതിലെ ആത്മഹത്യാ കുറിപ്പ്, ആ കുറിപ്പും ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലവും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അത് പെൺകുട്ടിയുടെ കൈയക്ഷരമാണ് എന്ന നിലയിൽ തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, ഇതിൽ ഈ പീഡനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഈ 10 വയസ്സുകാരിയെ ആരാണ് പീഡിപ്പിച്ചത്? ആ പീഡനത്തിന് ഈ പെൺകുട്ടി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ ക്രൂരമായി ഈ പെൺകുട്ടി ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 22 പെൺകുട്ടിയുടെ രഹസ്യ ഭാഗങ്ങൾ ഉൾപ്പെടെ 22 മുറികൾ ഉണ്ട് എന്ന് അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകൾ സംബന്ധിച്ചിട്ടുള്ള ഇത് മുഴുവനും പോലീസ് ഇതിന്റെ വത്സലയിൽ നിന്ന് വ്യക്തമായ മൊഴി പ്രത്യേകം തന്നെ വീണ്ടും മൂന്നാമത്തെ തവണയും വത്സലയിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ മുഴുവനും അടിസ്ഥാനത്തിലായിരുന്നു ഇതില് അമ്മയെയും മുത്തച്ഛനെയും മറ്റു ബന്ധുക്കളെയും പോലീസ് നിരന്തരമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ് ഈ ചോദ്യം ചെയ്യലിന്റെ. അതിൽ ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ ഇതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലുള്ള കുട്ടിയുടെ മൊഴികളും അതുപോലെ തന്നെ ഈ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത അമ്മയുടെ മൊഴിയും ഇതിൽ നിർണായകമാകുന്നത്. അതായത് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ മൊഴികൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇനി ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ലഭിക്കാനുള്ളത്. സാഹചര്യ തെളിവുകൾ മുഴുവനും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. രാജ്കുമാർ, പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അടക്കം ബന്ധുക്കളിൽ നിന്നുള്ള വൈരുദ്ധ്യമായ പ്രതികരണങ്ങൾ തന്നെയായിരുന്നു പോലീസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയത്. ഈ ഒരു ഘട്ടത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് കുട്ടി പീഡനത്തിന് ഇരയായതെന്ന് ഉറപ്പിക്കാനാകുമോ ഈ ഘട്ടത്തിൽ? ഈ
ഇപ്പോഴത്തെ ഇതിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കിട്ടിയിരിക്കുന്ന സൂചനകൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാട്ടുകാർ പോലീസിന്, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇവിടെ ആ പ്രദേശവാസികൾ ആർക്കും തന്നെ ഇവരെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ വീടിന്റെ പരിസരത്ത് ചെന്നാൽ തന്നെ 100 ചോദ്യങ്ങളുമായി അവരെ സമീപിക്കുകയും അവരെ അസഹ്യം പറയുന്ന ഒരു ശീലം ഈ മുത്തച്ഛൻ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ, പരിസരവാസികൾ മുഴുവനും, നാട്ടുകാർ പോലീസിന് ഓരോരുത്തരുടെയും മൊഴികൾ പോലീസ് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഇതിലെ മുത്തച്ഛന്റെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, അയാളുടെ അടുപ്പക്കാർ ആരൊക്കെയാണ് ആ വീട്ടിൽ വന്നു പോയിരുന്നത്, അങ്ങനെ വ്യക്തമായ വിവരങ്ങളാണ് പോലീസ് ഈ നാളിതുവരെ കൊണ്ട് 10 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ തലനാരി പരിശോധിക്കുന്ന ഇതിന്റെ മൊഴികൾ മുഴുവനും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ മറ്റൊരാൾ കയറി പുറമേ നിന്ന് ഒരാൾക്കെത്തി ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ കഴിയില്ല എന്ന നിഗമനം ആദ്യമേ പോലീസിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തച്ഛനെയും അമ്മയും ഇക്കാര്യത്തിൽ പോലീസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം. അതേസമയം മുത്തച്ഛൻ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുള്ള ആളാണ്. മുമ്പ് ഒരു അഭിഭാഷകന്റെ കൂടെ കുമസ്തനായി ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിയമവശങ്ങളും ഓരോ പ്രതികളുടെ നിലപാടുകൾ, പോലീസിനോട് എന്തുതരം സമീപനം സ്വീകരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ മുത്തച്ഛനൊരു മുൻവിധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതികൾ ആരെ എന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിൽ പോലും ഇവരെ കുടുംബത്തിൽ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ 10 വയസ്സുകാരിയുടെ ക്രൂരമായ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചത്. അതിലേക്കാണ് ഈ മരണത്തിലേക്ക് അവർ വഴിതെളിക്കാനുള്ള കാരണം എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇതിൽ ഒരു പ്രതിയാണോ 2 പ്രതിയാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു അറസ്റ്റ് ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രാജ്കുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കേസിൽ എക്സ്പ്രസ് റിപ്പോർട്ട് ഹാജരാക്കുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു എന്ന് റൂറൽ SP തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതിയെ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ വീഴ്ചകളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പഴുത് അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക്, കണ്ടെത്തലിലേക്കാണോ പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്? ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് ഇതിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളത് SP പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ചുകൊണ്ട് ഈ കുണ്ടറ CIയെയും SIയെയും പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ അവർക്ക് വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തത്. ഇതിൽ നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് പോസ്കോ ആക്ട്, ആദ്യം ഈ കുട്ടിയുടെ ആത്മഹത്യ എന്ന തരത്തിലായിരുന്നു ഇതിന് കേസ് എടുത്തിരുന്നത്. 174 CRPC പ്രകാരമായിരുന്നു കേസ്. പിന്നീട് ഇത് പോസ്കോ ആക്ടിലേക്ക് മാറാൻ തന്നെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ്. കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോസ്കോ ആക്ടിലേക്ക് മാറുന്നത്. ഈ ആക്ട് ചുമത്തി കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ അങ്ങനെ ഒരു നടപടി പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ FIR അങ്ങനെ പോസ്കോ ആക്ട് ചുമത്തുന്നത് ആ നിമിഷം തന്നെ മേലുദ്യോഗസ്ഥർ, അതായത് DYSP, സ്ഥലം SP, അതുപോലെ IG, ADGP 4 പേർക്ക് മെയിൽ സന്ദേശം വഴി എക്സ്പ്രസ് റിപ്പോർട്ട് ഇങ്ങനെ പോസ്കോ ആക്ട് ചുമത്തിയിട്ടുണ്ട്, ഇതിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന എക്സ്പ്രസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിലവിലെ പോലീസിന്റെ ചട്ടം. ഇത് പാലിച്ചില്ല എന്നുള്ളതാണ് SIക്കെതിരെയുള്ള കുറ്റം. ഇത് കൃത്യമായി SIയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ കൃത്യവിലോപം കാട്ടി എന്നുള്ളതായിരുന്നു കുണ്ടറ CIയുടെ മേലിലുള്ള കുറ്റം. ഇക്കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇത് വിവാദമായതിനു ശേഷമാണ് ഈ കൊട്ടാരക്കര DYSP ഇത് ചോദിച്ചുകൊണ്ട് ഇവർക്ക് വിശദീകരണത്തിനുള്ള നോട്ടീസ് മെമ്മോ നൽകിയത്. ആ മെമ്മോയിൽ കുണ്ടറ SI പറഞ്ഞ മറുപടി ഇത് തനിക്കിത് വീഴ്ച പറ്റിയിട്ടില്ല, തന്റെ റൈറ്റർ ഇതിൽ കൃത്യമായി തന്നെ അറിയിക്കാത്തത് കൊണ്ടാണ് തനിക്കിത് എക്സ്പ്രസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയാത്തതെന്ന് SI മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം കുണ്ടറ CI പറഞ്ഞത് SI തന്നെ ധരിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് കൃത്യമായി മേലുദ്യോഗസ്ഥനെ ധരിപ്പിക്കാൻ കഴിയാത്തതെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. എന്തായാലും ഇത് മേലുദ്യോഗസ്ഥരിലേക്ക് ADGP വരെയുള്ള അല്ലെങ്കിൽ DYSP, SP, IG, ADGP വരെയുള്ള മേലുദ്യോഗസ്ഥർക്ക് ഇതിൽ പോസ്കോ ആക്ട് ഉണ്ടെന്നും കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള എക്സ്പ്രസ് റിപ്പോർട്ട് ഒരുപക്ഷെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്നോ ഈ കേസ് അന്വേഷിക്കാമായിരുന്നു. ഈ കാലതാമസം തന്നെ ഇതിലെ പല തെളിവുകൾ നഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശങ്ക പോലീസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും
ഇതിൽ കൃത്യമായി പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ദിശ ശരിയായ മാർഗത്തിൽ പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇത് അക്കാര്യങ്ങളാണ് SP ചൂണ്ടിക്കാട്ടിയത്. അതിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും ഇന്ന് രാവിലെയും കൊട്ടാരക്കര റൂറൽ SP നമുക്ക് ഒരു സൂചന നൽകിയിട്ടുണ്ട്. കുണ്ടറ പീഡനത്തിൽ നിർണായക വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. പ്രതി ആരെന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ EMS അനുസ്മരണ പരിപാടിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത് ISISകാരാണ് ഇങ്ങനെ പ്രഖ്യാപിക്കാറ്, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ. ആ ISISന്റെ ഇന്ത്യൻ പതിപ്പാണ് RSS. എന്നതിന് തെളിവാണ് ഈ മുഖ്യമന്ത്രിയുടെ തലയെടുക്കുമെന്നുള്ള പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നടത്തിയ ആളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത്തരം പ്രഖ്യാപനം നടത്തുന്നവരെ ജയിലിലടക്കാൻ സാധിക്കുന്നൊരു സർക്കാർ ഇന്ന് നമ്മുടെ രാജ്യത്തില്ല. ഇങ്ങനെ എന്തും ചെയ്യാൻ അധികാരമുള്ള ഒരു വിഭാഗമായി RSSനെ ഇവിടെ വളർത്തിയെടുത്തിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം നടത്തുന്നവർ ഉദ്ദേശിക്കുന്നത് CPIM ഇന്ത്യയിൽ ശക്തിപ്പെടാൻ പാടില്ല എന്നാണ് അവരുടെ ഉദ്ദേശം. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്നലെ നാഗപ്പൂരിൽ അവിടുത്തെ സർവകലാശാല അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. ഉടനെ RSSകാർ പറഞ്ഞു സീതാറാം യെച്ചൂരി സർവകലാശാലയിൽ പ്രസംഗിക്കാൻ പാടില്ല. നാഗപ്പൂർ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ്. നാഗപ്പൂരിലാണ് RSSന്റെ കേന്ദ്രം. അവിടെ പ്രസംഗിക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരി ചെല്ലുന്നു എന്ന് കേട്ടപ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ ഉപയോഗിച്ച് അനുമതി നിഷേധിച്ചു. പക്ഷേ ഇന്നലെ സീതാറാം യെച്ചൂരി നാഗപ്പൂരിൽ പോയി. അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. RSSകാരുടെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അവർക്ക് മുഖ്യമന്ത്രിയുടെ തല കൊയ്യണം. കേരളത്തിൽ ഇതിനകം 209 CPM പ്രവർത്തകന്മാരെ RSSകാർ കൊലപ്പെടുത്തി. ചിലപ്പോൾ ഇനിയും അവർ ഇത്തരം സംഭവങ്ങൾ ചെയ്തു എന്ന് വരും. നമ്മളിൽ പലരെയും നാളെ അവർ വകവരുത്തി എന്ന് വരും. നമ്മളിൽ പലരെയും നാളെ അവർ അംഗവൈകല്യം ഛേദിച്ചവരായിട്ട് മാറ്റിയെന്ന് വരും. അങ്ങനെയുള്ള ആക്രമണങ്ങൾക്കെല്ലാം വിധേയമാകേണ്ടി വന്നാലും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം EMS ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി ഒരിക്കലും താഴ്ത്താൻ പോകുന്നില്ല എന്ന് RSSകാർ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കരുത്ത് നൽകിയ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച നേതാവാണ് EMS. അതുകൊണ്ടാണ് ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഇത്തരം സ്ഥിതിവിശേഷം നേരിടാൻ നമുക്ക് സാധിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ EMS പറഞ്ഞു, സോവിയറ്റ് യൂണിയന്റെ തകർച്ച സോഷ്യലിസത്തിന്റെ തകർച്ചയല്ല. സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ഉണ്ടായ ചില പെശകൾ, അതിന്റെ ഭാഗമായി ഉണ്ടായ തിരിച്ചടിയാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണം. ഈ തിരിച്ചടി അതിജീവിച്ചുകൊണ്ട് ലോക സോഷ്യലിസം മുന്നോട്ട് പോകും എന്ന് EMS എന്ന് പ്രഖ്യാപിച്ചു. EMS സോഷ്യലിസത്തിലാണ് വിശ്വാസം അർപ്പിച്ചത്. കമ്മ്യൂണിസത്തിലാണ് EMS വിശ്വാസം അർപ്പിച്ചത്. അതാണ് EMSന്റെ അവസാന കാലത്തും EMS പറഞ്ഞു, ഈ സോഷ്യലിസം സ്ഥാപിക്കാനുള്ള പോരാട്ടം ജനങ്ങൾ ഏറ്റെടുക്കും. എൻ്റെ ജീവിതകാലത്ത് അതിനെ കാണാൻ സാധിച്ചു എന്ന് വരില്ല, പക്ഷെ ഭാവി തലമുറ അത് അനുഭവിക്കും, അത് നേടും എന്ന് EMS അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവസാന നാളുകളിൽ നടത്തിയ പ്രസംഗങ്ങളിൽ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും വഴികാട്ടിയായിട്ടുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴുള്ള BJPയുടെ കേന്ദ്രഭരണത്തിന്റെ ആക്രോശവും അതൊന്നും തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒട്ടും വിഘാതം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതിനെ നേരിടാനുള്ള പ്രത്യയശാസ്ത്രം
അത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം മാത്രമാണ്. BJPയെ നേരിടാൻ കോൺഗ്രസ് ആണെന്ന് പ്രചരിപ്പിച്ച പ്രചാരകന്മാർക്ക് ആ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കോർപ്പറേറ്റ് വൽക്കരണവും ആണ് കോൺഗ്രസിന്റെ ഈ നയം. ആ നയം തന്നെയാണ് BJP സ്വീകരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം വർഗീയതയും BJPക്കുണ്ട്. ഈ സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി പോരാടുന്ന ഒരു ബദൽ ശക്തി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരണം. അതിന് ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ആ ബദൽ ശക്തി അതിൻ്റെ രൂപപ്പെടുത്തിയെടുക്കാൻ നടത്തുന്ന CPM-നെ ദേശീയ അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഈ സർക്കാരിനെതിരായിട്ട് വരുന്ന എല്ലാ നീക്കങ്ങളെയും ചെറുത്ത് പരാജയപ്പെടുത്തണം. അത് സാധിക്കണമെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. പാർട്ടി മെമ്പർമാർ എല്ലാവരും പ്രവർത്തിക്കുന്ന മെമ്പർമാരായിരിക്കും. വർഗബോജന സംഘടനാ മെമ്പർമാർ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇത് പ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ പാർട്ടിയുടെ ശക്തി ഇന്നുള്ളതിനേക്കാൾ വർദ്ധിക്കും. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല വിജയമുണ്ടായി. മുൻകാലത്ത് നമ്മൾ പരാജയപ്പെടുന്ന മണ്ഡലങ്ങൾ വരെ നമ്മൾ ജയിച്ചു. കാട്ടാക്കട മണ്ഡലം നമ്മൾ ജയിച്ചു. ഇത്തവണ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ കൂടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ച് ജനങ്ങളെ കൂടുതൽ ഇടതുപക്ഷത്തിലേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനത്തിൽ നാം പങ്കാളികളാകണം. അതിനുവേണ്ടി പാർട്ടിയുടെ പ്രവർത്തനം എല്ലാ വീടുകളിലും എത്തണം. പാർട്ടി മെമ്പർമാർ, ഓരോ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി മെമ്പർമാർ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. സ്ത്രീകളെ കൂടുതൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പാർട്ടി അംഗസംഖ്യ കേരളത്തിൽ ഇന്ന് 4 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. നൂറുകണക്കിന് കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. 5000 ഹെക്ടറിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കർഷകർക്ക് കോടികളുടെ നഷ്ടമാണുണ്ടായത്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക. കവിതയിലെ ഈ വരികളിപ്പോൾ കുട്ടനാട്ടിലെ കർഷകരുടെയും ആത്മഹത്യാക്കുറിപ്പുകളായിരിക്കുന്നു. ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്തിയാണ് കേരളത്തിന്റെ നെല്ലറ കാക്കാൻ കർഷകർ മുന്നിട്ടിറങ്ങിയത്. എന്നാൽ കാലാവസ്ഥ ചതിച്ചതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് തങ്ങളുടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല സാധാരണ കർഷകർ കൃഷി ഇറക്കുന്നത്. മറിച്ച് വരുന്ന ഒരു വർഷക്കാലം തങ്ങളുടെ ആവശ്യത്തിനുള്ള അരി ശേഖരിച്ചു വെക്കുക കൂടിയാണ് ഇവർ ചെയ്തിരുന്നത്. എന്നാൽ വടക്കേ ഇന്ത്യക്ക് സമാനമായി വരൾച്ച പാടശേഖരങ്ങളെ കീറിമുറിച്ചതോടെ നഷ്ടമായത് കർഷകരുടെ പ്രതീക്ഷകളായിരുന്നു. കാലവർഷം പെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തുലാവർഷം പെയ്തിട്ടില്ല, ഇതിനൊക്കെ ആയിട്ട് കഠിനമായ ചൂട്, ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷിക്കാർ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ പ്രകാരം 200 കോടി രൂപയുടെ നഷ്ടമാണ് ഇത്തവണ നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. 27,000 ഹെക്ടറിൽ ഇത്തവണ കൃഷി ഇറക്കിയെങ്കിലും പകുതിയിലധികവും പാതിവഴിയിൽ കർഷകർക്ക് വരൾച്ച മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. കടലിനും കായലിനുമിടയിൽ കിടക്കുന്ന കുട്ടനാട്ടിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. വരൾച്ച മൂലമുണ്ടായത് കുട്ടനാട്ടിലെ കർഷകരുടെ മാത്രം നഷ്ടമല്ല, അത് കേരളത്തിന്റെ നെല്ലറയെയാണ് കാര്യമായി ബാധിക്കുക. ഇനി എന്റെ ചലനവുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവുമെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കഴിഞ്ഞ ദിവസം അങ്കമാലി ഡയറീസിന്റെ ചലച്ചിത്ര പ്രവർത്തകരെ മൂവാറ്റുപുഴയിൽ പോലീസ് തടഞ്ഞ സംഭവത്തിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് റൂറൽ SP-യുടെ പ്രതികരണം വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നു. സാലി, ഏത് സാഹചര്യത്തിലാണ് വാഹനം തടഞ്ഞതെന്ന് അടക്കമുള്ള വിശദീകരണം SP നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇന്നലെയാണ് അങ്കമാലി ഡയറീസ് എന്ന ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ
അന്വേഷണ പ്രവർത്തകരായ 4 പേർ പോലീസിനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചു എന്നായിരുന്നു ഇവരുടെ പരാതി. മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ ഇവർ പരാതി DGP ഉൾപ്പെടെയുള്ളവർക്ക് നൽകുകയും ചെയ്തു. സിനിമയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സ്റ്റിക്കറുകൾ പതിച്ച ഗ്ലാസുകൾ മറച്ച സ്റ്റിക്കറുകൾ ഒട്ടിച്ച് ഗ്ലാസുകൾ മറച്ച് ഒരു ഇന്നോവ കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു സംഭവം. പക്ഷേ ഇത് വലിയ വിവാദമായി ഇവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്നാൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഗ്ലാസുകൾ മറച്ചതിനെ തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുക മാത്രമാണ് ഉണ്ടായത് എന്ന് ഇന്നലെ തന്നെ പോലീസ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസിനെതിരെ വീണ്ടും ആരോപണവുമായി രംഗത്തെത്തുകയും മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ വീണ്ടും പരാതി നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് റൂറൽ SP വിശദീകരണവുമായി രംഗത്തെത്തിയത്. പോലീസിന്റെ നടപടിയെ പൂർണ്ണമായും ശരിവെച്ചാണ് റൂറൽ SP പറഞ്ഞത്. നിയമലംഘനം നടത്തിയ ഇതിൽ യാതൊരു തെറ്റുമില്ല പോലീസിന്റെ നടപടിയിൽ. മാത്രവുമല്ല, വാഹനം വിട്ടുകൊടുത്ത മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ റൂറൽ SP വിശദീകരണം ചോദിക്കുക വരെ ചെയ്തിട്ടുണ്ട്. കാരണം ഗ്ലാസുകൾ സ്റ്റിക്കർ കൊണ്ട് മറയ്ക്കുന്നത് നമുക്കറിയാം കുറ്റകരമാണ്. പിഴ ഈടാക്കേണ്ട കുറ്റമാണത്. പിഴ ഈടാക്കാതെ എന്തുകൊണ്ട് ഈ വാഹനം വിട്ടുകൊടുത്തു എന്ന് വിശദീകരിക്കാനാണ് റൂറൽ SPയോട് മൂവാറ്റുപുഴ DSP ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്കമാലി ഡയറീസിന്റെ സിനിമാ പ്രവർത്തകരുടെ വാഹനം ഇന്നലെ മൂവാറ്റുപുഴയിൽ തടഞ്ഞ സംഭവത്തിൽ വിശദീകരണം ആണ് റൂറൽ SP നൽകിയിരിക്കുന്നത്. സ്റ്റിക്കർ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഗ്ലാസുകൾ പൂർണ്ണമായും മറച്ച രീതിയിലായിരുന്നു. ഈ വാഹനത്തെ തടഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പൊതുജനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയ പദ്ധതിക്കാണ് തുടക്കമായത്. തൃശൂർ 3 പീടികയിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിൽ 50 സർക്കാർ വിദ്യാലയങ്ങളിലായി 50 ശൌചാലയങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്കും തുടക്കമായി.